നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം, അതിന് കൃത്യമായി 15-ാം നാൾ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. 24ഓളം വരുന്ന ഭീകര ക്യാമ്പുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് 70-ലധികം ഭീകരരുടെ ജീവനെടുത്തുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി എന്താകും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം? ഇനി എങ്ങനെ ഈ വിഷയത്തെ പാകിസ്ഥാൻ നോക്കിക്കാണും? ഒരു കൊടും യുദ്ധമെന്ന രീതിയിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുമോ അതോ പിന്മാറുമോ? നിരവധി കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നമസ്കാരം സാർ. എന്തായിരിക്കും ഇനി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ സംഭവിക്കാനിരിക്കുന്നത്? ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇനിയും നിലനിൽക്കുന്നുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, കാരണം ബന്ധമില്ല. ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണ് എന്ന് ഇന്ത്യൻ ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് പാകിസ്ഥാൻ വിരളി പിടിച്ചോടുന്ന കാഴ്ചകളാണ് നമ്മൾ രാവിലെ മുതൽ കാണുന്നത്. ഇന്ന് രാവിലെ ഭീകര ക്യാമ്പുകൾ തകർത്തതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷാ യോഗം ചേരുന്നു. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ വലിയ ആശയക്കുഴപ്പവും വലിയ ഭിന്നതയും ഉണ്ടായി യോഗത്തിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യോഗത്തിൻ്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവന: ഇന്ത്യ സംയമനം ഇനി പാലിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണ് എന്ന സമവായ ഫോർമുലയാണ് പ്രതിരോധ മന്ത്രി മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ തീവ്രമായ വാക്കുകൾ: സൈന്യത്തോട് ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് ശക്തമായ ഒരു യുദ്ധസൂചന തന്നെയാണ്. ഇതിനെ തുടർന്ന് ഇന്ത്യ വളരെ ശക്തമായ നിലയിൽ പ്രതികരിച്ചു. അഭി പിക്ചർ ബാക്കി ഹേ എന്ന സൈന്യ തലവൻ്റെ വാക്കുകൾ. ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് ഒരു യുദ്ധത്തിനെന്ന് വ്യക്തമാക്കുന്ന പല നിലപാടുകളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി രാഷ്ട്രപതിയെ കണ്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ധരിപ്പിച്ചു. അജിത് ഡോവലുമായി ഇന്ന് രാവിലെ മുതൽ നിരന്തരം പ്രധാനമന്ത്രി കൂടിയാലോചനകൾ നടത്തുന്നു. യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന പ്രതീതി തന്നെയാണ് പൊതുവെ ഉള്ളത്. ഇന്ന് രാത്രി ഒരുപക്ഷെ പാകിസ്ഥാൻ ഏതെങ്കിലും തലത്തിൽ ഒരു തിരിച്ചടിക്ക് മുതിർന്നാൽ പാകിസ്ഥാൻ്റെ ഒരു വലിയൊരു ഭാഗം ചാരക്കൂനയാകും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തി. റഫാൽ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക തികവുള്ള പോർമുന ഇസ്രായേൽ സംഭാവനയാണ്. കൂടുതൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് കടന്നാൽ ഇന്ത്യക്കൊപ്പം ഇസ്രായേൽ ഉണ്ടാകുമെന്ന സൂചന അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. അമേരിക്ക ശക്തമായ പിന്തുണ ഇന്ത്യക്ക് അതിൻ്റേതായ തലത്തിൽ നൽകുന്നില്ല എങ്കിലും അമേരിക്കയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഭീകരർക്കുള്ള ശിക്ഷ ഇന്ത്യ കൊടുക്കേണ്ടത് തന്നെ എന്ന് വ്യക്തമാക്കുന്നതാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ. ഏറ്റവും പുതിയ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കൃത്യതയോടെയുള്ള ഉത്തരമാണ്: ഇന്ത്യ എന്തിനും തയ്യാർ. ഇപ്പോൾ നമുക്ക് ഇതിൽ വേറിട്ടൊരു അനുഭവം പറയാനുള്ളത്, പല രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പല യുദ്ധങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ 2 പക്ഷത്താണ് പല രാജ്യങ്ങളുമായി നിലകൊള്ളുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ പിറകെ എല്ലാവരും അണിചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യക്കൊപ്പം തന്നെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും നിലകൊള്ളുന്നത്. തുർക്കിയും ചൈനയും ഒഴികെ ബാക്കി എല്ലാവരും, അവർക്ക് നിക്ഷിപ്ത മറ്റ് താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് സാരം. ഇവിടെ അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഇവരോടൊക്കെ തന്നെ കൃത്യമായൊരു ബ്രീഫിംഗ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തിന് ശേഷം. എങ്ങനെയായിരുന്നു ആക്രമണം, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതുതന്നെയാണോ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വേറിട്ടതാക്കി മാറ്റുന്നത്? ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാകും. 1965 ഇന്ത്യയുടെ നീക്കങ്ങൾ, പിന്നീട് 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമായ യുദ്ധം. അന്ന് ഇന്ദിരാഗാന്ധി യുദ്ധത്തിന് സ്വയം തയ്യാറെടുക്കുമ്പോൾ അന്നത്തെ കരസേനാ മേധാവി സർവ്വസൈന്യാധിപനായി പിന്നീട് ഇന്ത്യ നിയോഗിച്ച സാം മനേക്ഷയെ വിളിച്ച് ഇന്ദിരാഗാന്ധി നമ്മൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണം എന്നാവശ്യപ്പെടുന്നു. മറുത്തൊന്നും പറയാതെ അദ്ദേഹം ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാണ്, നമ്മുടെ സൈന്യം സജ്ജമാണെന്ന് ഇന്ദിരാഗാന്ധി അറിയിക്കുന്നു. തുടർന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും ഇന്ദിരാഗാന്ധി സാം മനേക്ഷയോട് പറഞ്ഞതും 2 ആഴ്ചയ്ക്കുള്ളിൽ പാകിസ്ഥാനെ തോൽപ്പിക്കണമെന്നാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് പാകിസ്ഥാനെ തോൽപ്പിക്കണമെന്ന്. അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ഈ നിർദ്ദേശത്തിന് തൊട്ടുപിന്നാലെ തൊട്ടടുത്ത ദിവസം ഇന്ദിരാഗാന്ധി ആദ്യം സന്ദർശിച്ചത് ഫ്രാൻസിനെയാണ്. ഇവിടെ ചരിത്രപരമായ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി അന്ന് ഫ്രാൻസ് ഭരണകൂടത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളെ നേരിൽ പോയി കണ്ട് ഫ്രാൻസിൽ ചെന്ന് ഇന്ദിരാഗാന്ധി സംസാരിക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത്: ഞങ്ങൾ നാറ്റോ സഖ്യരാജ്യമാണ്. അമേരിക്ക പരസ്യമായൊരു നിലപാടെടുത്താൽ ഫ്രാൻസിന് അമേരിക്കയ്ക്കൊപ്പം നാറ്റോയ്ക്കൊപ്പം നിൽക്കേണ്ടി വരും. പക്ഷേ ഇവിടെ
യുദ്ധം തുടങ്ങിവെക്കുന്നത് പാകിസ്ഥാനാണെങ്കിൽ ഫ്രാൻസ് ഒരു നിലപാടെടുക്കും, ഇതിൽ നിഷ്പക്ഷത പാലിക്കും. ഇന്ദിരാഗാന്ധി പറഞ്ഞു അത് മതി ഞങ്ങൾക്ക്. ഫ്രാൻസ് നിഷ്പക്ഷത പാലിച്ചാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിഷ്പക്ഷത പാലിക്കേണ്ടി വരും. അതുതന്നെയായിരുന്നു അന്ന് 1971 യുദ്ധഗതി മാറ്റിമറിച്ച ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച. റഷ്യ സന്ദർശിച്ച ഇന്ദിരാഗാന്ധി അവരുമായി ഒരു കരാർ ഈ യുദ്ധത്തിന് വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒപ്പിടുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ അമേരിക്ക ഏതെങ്കിലും തലത്തിൽ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയാൽ, ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ റഷ്യയുടെ സഹായം ഉറപ്പിച്ചിരുന്നു ഇന്ദിരാഗാന്ധി. അത് പക്ഷേ ലോകത്തിലൊരു ചുടുകുഞ്ഞും അറിഞ്ഞില്ല, ഇന്ത്യൻ മാധ്യമങ്ങൾ അറിഞ്ഞില്ല. അത് ഏറ്റവും നിർണായകമായൊരു നയതന്ത്ര നീക്കമായിരുന്നു. അന്ന് അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ അപമാനിച്ചയക്കുകയാണ് ചെയ്തത്. അന്ന് ഇന്ദിരാഗാന്ധി ഉടുത്ത സാരിയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഇത്തരമൊരു സാരി മനോഹരമായി ഉടുക്കാൻ അമേരിക്കക്കാർക്ക് അറിയാമോ എന്ന തലത്തിൽ ഇന്ദിരാഗാന്ധി അന്ന് തിരിച്ചടിച്ചു. അന്ന് നിക്സൺ പറഞ്ഞു, നിങ്ങൾ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ അവിടെ എത്തുമെന്ന്. പക്ഷേ ഇന്ദിരാഗാന്ധി അതിൽ ഭയപ്പെട്ടില്ല. ഭയം ഇന്ത്യയെ ബാധിക്കാത്ത ഏതൊക്കെ ഘട്ടങ്ങളിലും ഇന്ത്യ യുദ്ധത്തിനിറങ്ങുമ്പോൾ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ നിലംപരിശാക്കി. 71 കാലഘട്ടവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ചില പ്രത്യേകതകളുണ്ട്. രണ്ട് രാജ്യങ്ങളും ആണവ ശക്തികളാണ് എന്നത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പും ആക്രമണ ഭീഷണിയും. എന്നാൽ ഇന്ത്യ കരുതിക്കൂട്ടി തന്നെയാണ് നീങ്ങുന്നത്. വളരെ തന്ത്രപരമായി പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ തന്നെയാണ് ആദ്യം ഇന്ത്യ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഏതെങ്കിലും തലത്തിൽ പാകിസ്ഥാൻ പ്രകോപനത്തിന് മുതിർന്നാൽ ആണവായുധം അവിടെ അറയിലിരിക്കും. പകരം ലോകരാജ്യങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യ കയറിയടിക്കും. അതിനുള്ള സാധ്യതകളാണ് മുന്നിൽ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടം. കാരണം പാകിസ്ഥാൻ സാമ്പത്തികമായി ഏറ്റവും തകർന്ന നിലയിൽ, മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ച് ചൈന സഹായിച്ചില്ല എങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്ന വെടിയുണ്ടകൾ പോലും യുക്രൈന് തൂക്കിവിറ്റാണ് ഖജനാവിൽ കുറച്ചെങ്കിലും പണം നിക്ഷേപിച്ചത്. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. ഓപ്പറേഷൻ മേഘദൂത് പാകിസ്ഥാൻ ഏറ്റവും നിർണായകമായ ആ മഞ്ഞുപാളികൾ കീഴടക്കിയ 8000-ലധികം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യ വകഞ്ഞെടുത്ത ആ യുദ്ധവിജയം പാകിസ്ഥാൻ്റെ ഓർമ്മയിലുണ്ടാകും. ഒന്നും അത്ര എളുപ്പമല്ല എന്ന് വ്യക്തം പാകിസ്ഥാനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യ ആയുധബലത്തിലും സാമ്പത്തിക തലത്തിലും പാകിസ്ഥാനെ അപേക്ഷിച്ച് വളരെ ഉയർന്ന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും വളരെ ശക്തമാണ്. അതിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ഭരണകൂടം കരുത്തുള്ള ഭരണകൂടം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഭരണകൂടമല്ല അവർക്കിപ്പോഴുള്ളത്. ഇപ്പോൾ സാറ് പരാമർശിച്ച പോലെ തന്നെ 84 മേഘദൂത് ഓപ്പറേഷൻ, അതിന് പിന്നാലെ നമുക്ക് സിയാച്ചിൻ സ്വന്തമാക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏവരും പാക് ഒക്കുപ്പൈഡ് കശ്മീരിനെ കുറിച്ചും പറയുന്നത്. ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ 24 ക്യാമ്പുകളും അതിൽ പകുതിയോളം POK തന്നെയാണുള്ളത്. ഇനിയൊരു ശക്തമായ ആക്രമണം ഉണ്ടായാൽ POK ഇന്ത്യക്ക് സ്വന്തമാകുമെന്നാണ് ഒരുവിധം സൈനിക പ്രതിരോധ വിദഗ്ധരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് POK നൽകാനുള്ള ഒരു തുടക്കം പാകിസ്ഥാൻ കുറിച്ചു എന്ന് കൂടി പറയാൻ സാധിക്കുമോ? നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ നയതന്ത്രത്തെ കുറ്റപ്പെടുത്തുമ്പോൾ 1971 യുദ്ധത്തിന് ശേഷം അന്ന് ഷിംലയിൽ വെച്ച് പാക് പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിൽ ഒപ്പിട്ട ഷിംല കരാറിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയെ വളരെയേറെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും. 13,000 സ്ക്വയർ കിലോമീറ്റർ അന്ന് ഇന്ത്യ അധികമായി പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഈ സ്ഥലം എന്തിനു വിട്ടുകൊടുത്തു? അതിന് ഇന്ദിരാഗാന്ധിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പാക് അധിനിവേശ കാശ്മീർ എന്നും ഇന്ത്യക്കൊരു തലവേദനയായി തുടരും എന്ന് ഇന്ദിരാഗാന്ധി കണക്കുകൂട്ടി. അതിലപ്പുറം ഇന്ദിരാഗാന്ധി ഇന്ത്യയോട് പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. എക്കാലത്തും ഒരു ശത്രുവിനെ പോലെ നമ്മളവിടെ പാകിസ്ഥാനെ നിലനിർത്തുന്നത് ശരിയല്ല. ഏതെങ്കിലും തരത്തിലൊരു സമവായ ഫോർമുലയിൽ ഒരു രാജ്യമായി അവർ തുടരട്ടെ. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു കരാർ മാത്രമായിരുന്നില്ല ഷിംല കരാർ. അതിലപ്പുറം പാകിസ്ഥാൻ്റെ ശൗര്യം, പാകിസ്ഥാൻ്റെ ശത്രുത അല്പമെങ്കിലും തണുപ്പിക്കാൻ ഇന്ദിരാഗാന്ധി ഷിംല കരാറിലൂടെ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ ചെയ്ത ത്യാഗം. 13,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഇന്ത്യ അധികമായി പിടിച്ചെടുത്ത ആ പ്രദേശങ്ങൾ പാകിസ്ഥാന് തന്നെ വിട്ടുകൊടുത്തു. അത് ചരിത്രപരമായ മണ്ടത്തരമാണ് എന്ന് വിലയിരുത്തുന്നവർ ഇക്കാലത്തുണ്ട്. എല്ലാ കാലത്തും ഇന്ദിരാഗാന്ധി ഇതിൻ്റെ പേരിൽ പഴികേട്ടിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കണക്കുകൂട്ടൽ, ഇന്ദിരാഗാന്ധിയുടെ കാഴ്ചപ്പാട്, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കുന്നത് ഇന്ത്യക്കൊരു സ്ഥിരം തലവേദനയായി തുടരും
എല്ലാ കാലത്തും ഇന്ത്യയെ തോൽപ്പിക്കാനും ഇന്ത്യയെ കീഴടക്കാനുമുള്ള ആ ത്വര പാകിസ്ഥാനിനുള്ളിൽ കൂടുതൽ ശക്തമാകും എന്ന ഇന്ദിരാഗാന്ധിയുടെ കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായി പ്രവചിക്കുക വയ്യ. ഇന്ദിരാഗാന്ധിയുടെ ആ കാഴ്ചപ്പാട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നതിനെക്കുറിച്ച്. ഇവിടെയാണ് നമ്മൾ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്ന തലം കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യേണ്ടത്. കാരണം എല്ലാ കാലവും നമുക്കൊരു തലവേദനയായി തന്നെ ആ ഒരു മേഖല തുടരുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് അതിനുശേഷം ഇക്കഴിഞ്ഞ 50 വർഷത്തോളമായി 5 പതിറ്റാണ്ട് കാലമായി മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ശാശ്വത പരിഹാരം അത് സാധ്യമല്ലേ? പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ആ ഒരു ഹിതം, അതാണ് പ്രാധാന്യമുള്ളത്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന, അവിടെ അധിവസിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവം, അവർ പാകിസ്ഥാനോട് കൂറുള്ളവരും ഇന്ത്യയുടെ ഭാഗമാവുന്നവരുമായി തീർന്നാൽ അത് ഇന്ത്യക്കൊരു സ്ഥിരം തലവേദനയാവും. അതായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇന്ത്യയോട് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന റിപ്പോർട്ടുകൾ കുറേ കാലമായി നമ്മൾ കേൾക്കുന്നു. അവിടെ ഒരു ഹിതപരിശോധന നടത്താൻ ഇന്ത്യക്കോ മറ്റ് ലോക സംഘടനകൾക്കോ സാധിക്കുകയുമില്ല. മറിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ച് ഭീകരതയെ തുരത്തുക എന്ന ഒരൊറ്റ ഫോർമുല മാത്രമേ ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ളൂ. ഇത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി തകർക്കുകയല്ല ലക്ഷ്യം, പകരം അവിടെയുള്ള ഭീകര ക്യാമ്പുകൾ ഇല്ലായ്മ ചെയ്യുകയും പാകിസ്ഥാനെ നിർവീര്യമാക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നിലനിൽപ്പിന് ആവശ്യമാണ്. ഇത് ഇസ്രായേൽ നേരിടുന്ന പ്രതിസന്ധിക്ക് സമാനമാണ്. ഹമാസിനെ ഒരു വശത്ത്, മറുവശത്ത് ഹിസ്ബുള്ളയെ, അതിലപ്പുറം സിറിയയിലെ തീവ്രവാദികളെ ഇസ്രയേൽ നേരിട്ട് തങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് ഒരു ഭീഷണിയായി തുടരുന്നത്. മുൻപ് അഫ്ഗാനിസ്ഥാനിൽ താവളമുറപ്പിച്ചിരുന്ന താലിബാൻ അനുകൂല സംഘടനകളും ലഷ്കർ എ തോയിബ അന്ന് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലഘട്ടം, അന്നൊക്കെ ആ ഭീകര സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം കാശ്മീർ മേഖലയിലേക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ അറുതി വന്നിരിക്കുന്ന ഇന്ത്യയുടെ നയതന്ത്രത്തിലൂടെ അഫ്ഗാൻ നമ്മൾ കയ്യിലെടുത്തു, മറ്റ് നിരവധി പ്രദേശങ്ങൾ ഇന്ത്യയുടെ കയ്യിലെടുത്തു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ബലൂച്ച് പ്രവിശ്യയിലെ ജനങ്ങൾ പൂർണ്ണമായി ഇന്ത്യയെ സ്നേഹിക്കുന്നവരായി തീർന്നിരിക്കുന്നു. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലുള്ള വലിയൊരു വിഭാഗം ഇന്ത്യയോട് കൂറുള്ളവരാണ്. അപ്പോൾ പാക് മണ്ണിലെ ധാരാളം ജനങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരായുണ്ട്. അതിലപ്പുറം പാക് ഭരണകൂടം ഭീകരവാദികളുടെ കളിപ്പാവയായി നിൽക്കുമ്പോൾ അവരെ ആക്രമിച്ച് തകർക്കുക മാത്രമേ ഇന്ത്യക്ക് മുന്നിൽ പോംവഴിയായുള്ളൂ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാനകത്ത് പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം, നിരവധി സൈനികർ കഴിഞ്ഞ ദിവസവും കൊല്ലപ്പെട്ടു, പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയുമായി എന്ന് യുദ്ധകാഹളം മുഴക്കിയോ അന്ന് മുതൽ ശക്തമായ തിരിച്ചടി BLA അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാളയത്തിൽ തന്നെ പട നയിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ എന്തോ വലുത് ക്ഷണിച്ചു വരുത്തുക കൂടിയല്ലേ ചെയ്യുന്നത്? അല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക ഒരു മുഖ്യ ആവശ്യമാണ്. പക്ഷേ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ ഇറങ്ങിയാൽ ബലൂച്ച് സ്വതന്ത്രമാകും എന്നതിൽ സംശയം വേണ്ട. കാരണം ബലൂച്ച് ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സഹായത്തോടെയാണെന്ന് പരസ്യമായി പലപ്പോഴും പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ ബലൂച്ച് ആർമി അന്ന് പാകിസ്ഥാൻ്റെ സൈന്യത്തെ വലിയൊരു നമ്പർ ആളുകളെ കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായും ബലൂച്ച് ലിബറേഷൻ ആർമി വെറുതെ ഇരിക്കില്ല. പാകിസ്ഥാൻ പലവിധ ഭീഷണികൾ നേരിടുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഏകോപന സംവിധാനമില്ല. സൈന്യം ഒരുപക്ഷെ ഭരണകൂടത്തെ മറിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. പാകിസ്ഥാൻ വളരെ കലുഷിതമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് അവർ ഇല്ലാത്ത മസിൽ പിടിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കുന്നത്, ഇല്ലാത്ത ശൗര്യം കാട്ടി ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. ഒരുവിധം പ്രതിരോധ പ്രവർത്തകർ, വിദഗ്ധരൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈ യുദ്ധം, അത് ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത് പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തുന്നു. കാരണം പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കടക്കണിയൊക്കെ തന്നെ IMF അടക്കം എഴുതി തള്ളണമെങ്കിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകണം, രാജ്യം ഒരു അടിയന്തരാവസ്ഥയിലേക്കൊക്കെ തന്നെ പോകണം. അതിനുള്ളൊരു ഇരട്ടത്താപ്പ് കൂടിയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്നലെ വരെ അതിർത്തി മേഖലകളിൽ നിരന്തരമായി ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ സൈനികരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, പാകിസ്ഥാൻ സൈന്യത്തിൽ വലിയ തോതിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ ആക്രമണം ഇന്ത്യ കാലത്തും നേരിട്ടിട്ടുണ്ട്. അത് വളരെ സൂക്ഷ്മതയോടെ ഇന്ത്യ അവലോകനം ചെയ്യുക, അതിന് തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മസൂദ് അസർ വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യം തന്നെയായിരുന്നു മസൂദ് അസറിന് വേണ്ട സുരക്ഷ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്നത്. അജ്ഞാതരാൽ നിരവധി ഭീകര നേതാക്കൾ കൊല്ലപ്പെടുന്നതിന് തൊട്ടു പിന്നാലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനെ കൊല്ലും എന്ന പൊതുധാരണ പാകിസ്ഥാനിലുണ്ടായിരുന്നു.
എന്നാൽ ആ സൈന്യത്തിൻ്റെ പരിപൂർണ പിന്തുണയുണ്ടായിട്ടും മസൂദ് അസറിൻ്റെ കുടുംബമടക്കം ഇപ്പോൾ ഇന്ത്യ ചാരമാക്കിയിരിക്കുന്നു. 14 ബന്ധുക്കൾ, സ്വന്തം സഹോദരി അടക്കം 14 ബന്ധുക്കളെയാണ് ഇപ്പോൾ ബോംബാക്രമണത്തിൽ കൊന്നെറിഞ്ഞത്. അപ്പോൾ പാകിസ്ഥാനിലെ ഭീകര നേതാക്കൾ ഭയന്ന് വിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ലോകമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കാണുന്നത്. അവർ ഇതുവരെ നട്ടുനനച്ച് വളർത്തിയ ഈ ഭീകര ക്യാമ്പുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യ തച്ചുടയ്ക്കുമ്പോൾ അവരെ പാകിസ്ഥാന് യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ മണ്ണിൽ തലയുയർത്തി നിന്നിരുന്ന ഈ ഭീകര കൂട്ടങ്ങൾ പാക് ഭരണകൂടത്തെ തന്നെ വേട്ടയാടും. പാകിസ്ഥാൻ്റെ സർക്കാരിനെതിരെ അവർ തിരിയും. അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിക്കും. ഇതുവരെ അവർ പാലുകൊടുത്ത് വളർത്തിയ അതേ ഭീകര ജന്മങ്ങൾ അവർക്കെതിരെ തിരിയും. പാലൂട്ടിയ കൈകളിൽ തന്നെ കുത്തും, അതാണ് വ്യക്തം. ഇനിയിപ്പോൾ ഏവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ചൈനയുടെ ഒരു പങ്ക് അത് വലിയ തോതിൽ തന്നെ പ്രകടമാകുമോ? മറുഭാഗത്ത് തുർക്കിയും വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്നുവെന്ന സൂചന കിട്ടുന്നുണ്ട്. എന്തായിരിക്കാം? എളുപ്പമല്ല. കാരണം ചൈന ഇന്ന് രാവിലെ ചില പ്രകോപനപരമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് കണ്ട ചൈന പെട്ടെന്ന് ഭയന്ന് പിന്നോട്ട് വലിയുന്ന കാഴ്ച കണ്ടത്. പ്രത്യേകിച്ച് റഷ്യ ഒരു ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ചൈന പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി രംഗത്തിറങ്ങിയാൽ ചൈന തികച്ചും ഒറ്റപ്പെടും. മറ്റ് ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചൈനയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ചൈനയ്ക്ക് പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുക എളുപ്പമല്ല. മറ്റു രാജ്യങ്ങളുടെ പിന്തുണയൊന്നും പാകിസ്ഥാൻ ലഭിക്കില്ല. തുർക്കി ആദ്യം ആയുധങ്ങൾ അയച്ചിരുന്നുവെന്നും ഇതേക്കുറിച്ച് ചില വിവാദ വാർത്തകൾ വന്നതിന് തൊട്ട് പിന്നാലെ തുർക്കി പ്രസിഡന്റ് തന്നെ അത് തിരുത്തുകയുണ്ടായി. തങ്ങളുടെ ചരക്ക് വിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കാനാണ് പാകിസ്ഥാനിലെത്തിയതെന്ന് തുർക്കി പറഞ്ഞു. തുർക്കിയൊന്നും ഒരിക്കലും ഇന്ത്യയെ വെറുപ്പിക്കാൻ നിൽക്കില്ല. കാരണം തുർക്കിയുടെ ആ പ്രദേശത്തെ നിലനിൽപ്പ് പോലും അപകടത്തിലായ നിലയ്ക്ക്. അപ്പോൾ എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ ഏറെ കലുഷിതമായി തന്നെ പോകും. 36 മണിക്കൂറിലധികം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ. എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് രാത്രി എന്ത് സംഭവിക്കും എന്നതാണ് ഏറ്റവും നിർണായകം. കാരണം പാകിസ്ഥാൻ സൈന്യം ഒരു ആത്മഹത്യാപരമായ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഇന്ത്യ ഒരു നിരത്തും. നന്ദി, നമസ്കാരം.